വിയോഗവേദികൾ, അത്തരം വേദികളിൽ വന്നിട്ട് കാട്ടിക്കൂട്ടലുകൾ കാണുന്ന പലരുടെയും മുഖം ഓർമ്മയിലേക്ക് വന്നത് അപ്പോഴാണ്. എങ്ങനെയാണ് ഒരു ഒരു പരിസരബോധം, ഒരു ഔചിത്യബോധം എങ്ങനെയാണ് നമ്മൾക്കിടയിൽ ഉണ്ടാവേണ്ടത് എന്നുള്ളതിനുള്ള വളരെ കൃത്യമായ ഒരു മെസ്സേജ്. ആ മെസ്സേജാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വി.ഡി. സതീശൻ കേരളത്തിന് പൊതുസമൂഹത്തിന് നൽകിയത്. സലീം കുമാറിൻ്റെ വിയോഗത്തിൽ അത്രമാത്രം വേദനയിൽ കടിച്ചമർത്തി നിൽക്കുന്ന ഒരു മനുഷ്യൻ, അദ്ദേഹത്തിന് ഏറ്റവും വേണ്ടപ്പെട്ട ഒരു മനുഷ്യൻ, തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ അദ്ദേഹത്തോടൊപ്പം നിന്ന് അദ്ദേഹത്തിൻ്റെ വിജയത്തിന് വേണ്ടി അഹോരാത്രം പണിയെടുത്ത ഒരു മനുഷ്യൻ, അദ്ദേഹം മുഖ്യമന്ത്രിയായി കണ്ടപ്പോൾ അതിൽ ഏറെ സന്തോഷിച്ച ഒരു മനുഷ്യൻ, ആ മനുഷ്യൻ വിടവാങ്ങിയപ്പോൾ ഒരു നോക്ക് അവസാനമായിട്ട് കാണാൻ അവിടെ എത്തുമ്പോൾ താൻ അത്രമാത്രം ഒരു സ്വീകരണമൊന്നും ഏറ്റുവാങ്ങിയിട്ടല്ല അങ്ങോട്ട് പോകേണ്ടത്. മരിച്ചു കിടക്കുന്നത് തന്നെ പോലെ ഒരു മനുഷ്യനാണ്. അതിലേക്ക് അപ്പുറം അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ തൻ്റെ കൂടപ്പറപ്പാണ്. അപ്പോൾ അങ്ങോട്ട് പോകുമ്പോൾ ഔപചാരികതകളൊന്നുമല്ല വേണ്ടത്. ആ മനുഷ്യരുമായിട്ട് തനിക്കുണ്ടായിരുന്ന ബന്ധം അത് കൂടപ്പറപ്പിൻ്റെ ബന്ധമാണ്. അവിടെ ഔപചാരികതകൾ വേണ്ട, അവിടെ വലിയ ഡെക്കറേഷനൊന്നും വേണ്ട എന്നുള്ള ഒരു മെസ്സേജ് ആ മനുഷ്യൻ കേരളത്തോട് നൽകുകയാണ്, കേരളത്തിൻ്റെ മുഖ്യമന്ത്രി. അല്ലേ, ഞാൻ ആളുകളുടെ പേരൊന്നും പറയുന്നില്ല. ഇന്നലെ ഈ പറയുന്ന സലീം കുമാറിൻ്റെ വിയോഗവേദിയിലും അതുപോലെ ചില ആളുകളുണ്ടായിരുന്നു. മുൻകാലങ്ങളിൽ പലപ്പോഴും പല പ്രമുഖരും അവിടങ്ങളിലും ഇത്തരം ചില ആളുകൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ചില കാട്ടിക്കൂട്ടലുകൾ നടത്തുന്ന ചില ആളുകൾ, പേരൊന്നും ഞാൻ പറയുന്നില്ല, അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് അറിയായിരിക്കും. അപ്പോൾ അവിടെയാണ് എങ്ങനെയാണ് ഒരു പൊതുപ്രവർത്തകൻ, ഒരു നാടിനെ നയിക്കുന്നവൻ എങ്ങനെയാണ് ജനങ്ങൾക്ക് മെസ്സേജ് നൽകേണ്ടത്. അവരുടെ ഓരോ പ്രവൃത്തിയും ഓരോ രീതിയിലുള്ള മെസ്സേജുകളാണ്, സന്ദേശങ്ങളാണ്. അതുതന്നെയാണ് കൃത്യമായിട്ട് വി.ഡി. സതീശൻ ഇവിടെ കാണിച്ചത്. മനസ്സിലായില്ലേ? ആ മനുഷ്യൻ പൊതുദർശനമൊക്കെ കഴിഞ്ഞിറങ്ങിയിട്ട് സലീം കുമാറിനെ അനുസ്മരിക്കുന്ന ഘട്ടത്തിൽ ആ മനുഷ്യൻ്റെ ഉള്ളു പടയുകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ സംസാരത്തിൽ, അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ, അദ്ദേഹത്തിൻ്റെ കണ്ണുകളിൽ അടക്കം ആ വേദന ഇങ്ങനെ തിങ്ങി നിൽക്കുന്നത് നമുക്ക് കാണാൻ കഴിയുമായിരുന്നു. അപ്പോൾ അദ്ദേഹം വളരെ കൃത്യമായിട്ട് ഇതല്ല ഇവിടെ വേണ്ടത്, ഇവിടെ ഞാനല്ല, ഇവിടെ എൻ്റെ സുഹൃത്താണ് എന്ന് പറയുകയാണ് കേരളത്തിൻ്റെ പൊതുസമൂഹത്തോട്. മനസ്സിലായില്ലേ? ഇതൊരു മാതൃകയാണ്. ആ മാതൃക നമ്മൾ മനുഷ്യന്മാർക്കിടയിൽ പലപ്പോഴും ഉണ്ടാവേണ്ടതാണ്. നമ്മൾ ഒരാളെ കുറ്റപ്പെടുത്താൻ വേണ്ടി പറയുന്നു നല്ലത്. മനുഷ്യനാകുമ്പോൾ